പോരാളി അധ്യായം 23. രണ്ടുപേരും DGP രാഘവ വാര്യരുടെ മുഖത്തു നിന്നും കണ്ണുകൾ പിൻവലിച്ചിരുന്നില്ല. 1 മിനിറ്റോളം അദ്ദേഹത്തിന്റെ സംസാരം തുടർന്നു. അവസാനം റിസീവർ വെച്ചിട്ട് മുഖമുയർത്തി. തൽക്കാലം നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ സമയമില്ല. അതിലൊക്കെ അർജന്റായ ഒരു ജോലിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എത്രയും വേഗം വിക്രം സിംഗിനെ കണ്ടെത്തണം. കമ്മീഷണർ അനന്തനും SP ജയശങ്കറും മുഖാമുഖം നോക്കിപ്പോയി. ആദ്യം DGPയോട് സംസാരിച്ചത് ജയശങ്കറാണ്. സാർ, വിക്രം സിംഗ് ജയിലിൽ തന്നെയല്ലേ? നോ, അയാൾ ജയിലിൽ ചാടി. ഞെട്ടിപ്പോയി ജയശങ്കർ. എപ്പോഴാണ് സാർ? കൃത്യമായി ഒന്നും അറിയില്ല. അല്പം മുമ്പാണ് പോലും മനസ്സിലായത്. ജയശങ്കറുടെ മനസ്സിൽ ഒരു കരടുടക്കി. എന്തോ ഒരു പൊരുത്തമില്ലായ്മ. എങ്കിലും അപ്പോൾ അയാൾ ഒന്നും പറഞ്ഞില്ല. വാര്യർ തുടർന്നു. അടുത്ത രാത്രി തുടങ്ങും മുൻപ് അവനെ അകത്താക്കിയിരിക്കണം. സിറ്റി മുഴുവൻ ബ്ലോക്ക് ചെയ്ത് അന്വേഷിക്കണം. ഒറ്റ വാഹനം പരിശോധിക്കാതെ കടത്തിവിടരുത്. സിറ്റി കീഴ്മേൽ മറിച്ചിട്ടായാലും വിക്രം സിംഗ് ഇരുമ്പഴിക്കുള്ളിലെത്തണം. ക്യുക്ക് സാർ. ഇരുവരും ഒരേപോലെ അറ്റൻഷനായി. പിന്നെ പുറത്തേക്ക് നടന്നു. തന്റെ ജീപ്പിൽ കയറും മുൻപ് ജയശങ്കർ തിരിഞ്ഞു നോക്കി. സിറ്റി പോലീസ് കമ്മീഷണറോട് പറഞ്ഞു, സാധാരണ 3ാം കിട അടുക്കളക്കാരികൾ പോലും ചെയ്യാത്ത ഈ നുണപറച്ചിൽ താൻ എന്നാണ് തുടങ്ങിയതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതറിയേണ്ട കാര്യവും എനിക്കില്ല. ബട്ട് വൺ തിങ്, ഇനിമേൽ എന്റെ കാര്യം വല്ലതും ഇങ്ങനെ പറഞ്ഞുവെന്ന് ഞാൻ അറിഞ്ഞാൽ സബോർഡിനേറ്റിന് കിട്ടുന്ന യാതൊരു പരിഗണനയും നിനക്ക് ഞാൻ തരത്തില്ലടാ കമ്മീഷണറെ. ജയശങ്കർ. അനന്തൻ ശബ്ദമുയർത്തി. അതേടാ, ജയശങ്കർ തന്നെയാ പറയുന്നത്. എന്നെ നീ ശരിക്കറിയാൻ പോകുന്നതേയുള്ളൂ. ഒരു പോക്കറ്റടിക്കാരന് കിട്ടുന്ന പരിഗണന പോലും നിനക്ക് ഞാൻ തരില്ല. അയാളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്നിട്ട് ആ മുഖത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ജയശങ്കർ തുടർന്നു. നിന്റെ അടിവയർ തകർത്ത് കളയും ഞാൻ. പുറത്ത് പാടുവരാത്തതുപോലെ. അനന്തന് പെട്ടെന്ന് മറുപടി പറയുവാൻ വാക്കുകൾ കിട്ടിയില്ല. പറയാൻ തുടങ്ങിയപ്പോഴേക്കും ജയശങ്കറുടെ ജീപ്പ് ഗേറ്റ് കടന്നിരുന്നു താനും. ജയശങ്കർ നേരെ പോയത് പൂജപ്പുരയിലേക്കാണ്. സെൻട്രൽ ജയിൽ. അവിടെ ആകപ്പാടെ പരിഭ്രാന്തിയായിരുന്നു. സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളും മറ്റും അരിച്ചു പെറുക്കുകയാണ് പോലീസ്. ജയിൽ സൂപ്രണ്ട് കനകരാജൻ ആകപ്പാടെ പരിഭ്രമിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വിക്രം സിംഗിനെ ഉടനെ പിടികൂടിയാൽ തന്നെയും തനിക്കൊരു സസ്പെൻഷൻ ഉറപ്പാണെന്ന കാര്യത്തിൽ അയാൾക്ക് യാതൊരു സംശയവുമില്ല. ജയശങ്കറെ കൂട്ടി കണ്ടംപ്റ്റ് സെല്ലിലേക്ക് പോയത് കനകരാജൻ തന്നെയാണ്. ഇത്രയും സുരക്ഷിതമായ ഭാഗത്തു നിന്നും അവൻ രക്ഷപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. എനിക്കിപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എങ്ങനെയായിരുന്നു അവന്റെ രക്ഷപ്പെടൽ? അതാണ് ഏറെ വിചിത്രം. സെല്ല് പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. അവന് പുറത്തു പോകാൻ മറ്റു മാർഗമൊന്നുമില്ല. അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതായതുപോലെ. ജയശങ്കറുടെ കണ്ണുകൾ കുറുകി. എങ്കിലും അതേക്കുറിച്ച് തനിക്കുണ്ടായ സംശയം അയാൾ തുടർന്ന് ചോദിച്ചില്ല. എപ്പോഴാണ് മിസ്സിങ്ങിനെ കുറിച്ച് അറിയുന്നത്? അതല്ലേ ഏറ്റവും രസകരം. രാവിലെ 9 മണി വരെ അയാളെ അതിനുള്ളിൽ കണ്ടെന്ന് ഗാർഡ് അവകാശപ്പെടുന്നുണ്ട്. അതിനുശേഷം ജയിലിൽ നിന്നും ഏതെങ്കിലും വാഹനം പുറത്തേക്ക് പോയോ? നമ്മുടെ 1-2 ജീപ്പുകൾ അല്ലാതെ പുറത്തു നിന്നുള്ള ഒറ്റ വാഹനവും പോയിട്ടില്ല. 9 മണിക്ക് മുൻപോ? പാലുമായി വരുന്ന വാനുണ്ട്. അത് ഇന്നും വന്നുപോയി. ജയശങ്കർ തലകുലുക്കി. അപ്പോഴേക്കും അവൻ കണ്ടംപ്റ്റ് സെല്ലിനടുത്തെത്തിയിരുന്നു. വിക്രം സിംഗ് കിടന്നിരുന്നതിന് തൊട്ടടുത്ത മുറിയിൽ പുതിയൊരു അന്തേവാസി ഉണ്ടായിരുന്നു. ഈയിടെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊലയാളി. കോടതി വളപ്പിൽ വെച്ച് തന്നെ മറ്റൊരു കേസിലെ പ്രതിയെ ബോംബെറിഞ്ഞു കൊന്നവൻ. അവനെ ഒന്ന് നോക്കിയിട്ടാണ് ജയശങ്കർ വിക്രം സിംഗിന്റെ ശൂന്യമായ സെല്ലിൽ എത്തിയത്. അവിടെ അധികനേരം കഴിഞ്ഞതുകൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ ജയശങ്കർ പിൻവാങ്ങി. തൊട്ടടുത്ത സെല്ലിന്റെ വാതിൽക്കലെത്തി. അതിനുള്ളിലെ പ്രതി ഇരുപഴിക്കരികിൽ തന്നെ നിൽക്കുകയായിരുന്നു. അവന്റെ മുഖത്ത് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന്റെ യാതൊരു വിഷമവും കണ്ടില്ല. പകരം ഒരുതരം കല്ലിച്ച ഭാവം. ഏറിയാൽ 25 വയസ്സ് വരും അവന്. നിന്റെ പേരെന്താടാ? ജയശങ്കർ തിരക്കി. റഫീഖ്. കൂസാതെയുള്ള മറുപടി. അടുത്ത സെല്ലിൽ കിടന്നിരുന്ന വിക്രം സിംഗിനെ ഇന്ന് നീ കണ്ടോ? അതെങ്ങനാ സാറേ കാണുന്നത്? ഈ കരിങ്കൽ ഭിത്തിക്ക് വിടമൊന്നുമില്ലല്ലോ. വാക്കുകളിൽ പരിഹാസം. അത് തിരിച്ചറിഞ്ഞെങ്കിലും ജയശങ്കർ തുടർന്ന് ചോദിച്ചു. അതല്ല, പുറത്തിറങ്ങി അവൻ പോകുന്നതോ മറ്റോ കണ്ടോന്ന്? ഇല്ല. ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയിലോ മറ്റോ ആ സെല്ലിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടോ? കേട്ടു. ജയശങ്കറുടെ മുഖം തെളിഞ്ഞു. പറയൂ, എന്താണ് നീ കേട്ടത്? വിക്രം സിംഗ് ചുമയ്ക്കുന്നത്. പട്ടി കഴിവേറി മോനെ. തൂക്കിക്കൊല്ലാത്ത തന്നെ നിന്നെ ഞാൻ അങ്ങേ ലോകത്തേക്ക് അയച്ചു കളയും. ജയശങ്കർ കൈ ചുരുട്ടി. ഇരുമ്പഴികൾക്കിടയിലൂടെ തന്റെ മൂക്ക് ചതയുമെന്ന് കരുതിയിട്ടാവണം റഫീഖ് പെട്ടെന്ന് പിന്നോട്ട് മാറിക്കളഞ്ഞു. അവനെ കടുപ്പിച്ചൊന്നു കൂടി നോക്കിയിട്ട് ജയശങ്കർ മുന്നോട്ട് നടന്നു. കനകരാജനും. ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗാർഡിനെ ചോദ്യം ചെയ്തില്ലേ? ചെയ്തു. പക്ഷേ അയാളും താൻ കണ്ടില്ലെന്ന് തീർത്ത് പറയുന്നു. ഇവിടെ താൻ ആരെ ചോദ്യം ചെയ്താലും കൂടുതലൊന്നും കിട്ടില്ലെന്ന് ജയശങ്കർക്ക് തോന്നി.
മടങ്ങി ഓഫീസിലെത്തിയപ്പോൾ ജയശങ്കർ കനകരാജനോട് പറഞ്ഞു, ഇന്നലെ രാത്രിയിലും ഇന്ന് പകലും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗാർഡുകളുടെയും അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസും എനിക്കൊന്ന് വേണം. അതിനെന്താ, 10 മിനിറ്റിനുള്ളിൽ തരാം. കനകരാജൻ തന്നെയാണ് കമ്പ്യൂട്ടർ റൂമിൽ പോയതും ആവശ്യമായ പേപ്പറുകളുടെ പ്രിന്റുമായി വന്നതും. അത് വാങ്ങി ഒന്നോടിച്ച് വായിച്ചു നോക്കിയിട്ട് ജയശങ്കർ പറഞ്ഞു, താങ്ക് യു, തൽക്കാലം ഞാൻ പോകുന്നു. ഓക്കെ. ജീപ്പിൽ മടങ്ങുമ്പോൾ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് ആ സംഭവത്തിനെന്ന് ജയശങ്കർക്ക് തോന്നി. ഒന്നുകിൽ അയാൾ രക്ഷപ്പെട്ടത് രാത്രിയിലാണ്, അല്ലെങ്കിൽ പകൽ ജയിൽ ജീവനക്കാരോടൊപ്പം തന്നെ. രണ്ടിനും സാധ്യതയേറെയാണ്. തലസ്ഥാന നഗരം കാക്കിയുടെ നിറം കൈവരിച്ച് കഴിഞ്ഞിരുന്നു. ഒരു സൈക്കിളുകാരനെ പോലും പോലീസ് വെറുതെ വിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. ലോഡ്ജുകൾ മാത്രമല്ല, സാധാരണ ഹോട്ടലുകൾ വരെ അരിച്ചു പെറുക്കുകയാണ് പോലീസ്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മുൻ DGP മുകുന്ദൻ മേനോനുമുള്ള സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഓഫീസിലെത്തിയപ്പോൾ തന്നെ SI ദിലീപിനെയും സിദ്ദിഖിനെയും വിളിച്ചു വരുത്തി. ജയിലിൽ നിന്നും കൊണ്ടുവന്ന 2 അഡ്രസ്സുകൾ അവർക്ക് നൽകി. സെൻട്രൽ ജയിലിലെ ഗാർഡുകളാണവർ. എത്രയും വേഗം അവരുടെ വീടുകൾ സെർച്ച് ചെയ്യണം സാർ. എന്തെങ്കിലും കിട്ടിയാൽ ഉടൻ എന്നെ വിവരമറിയിക്കണം. അതൊരു വിലപ്പെട്ട കത്താണെങ്കിൽ പോലും സാർ. ദെൻ ഗോ. ഇരുവരും പോയി. അയാൾ എവിടേക്കോ ഫോൺ ചെയ്യാൻ ഭാവിച്ചപ്പോൾ അത് ശബ്ദിച്ചു. ജയശങ്കർ റിസീവർ എടുത്തു. SP ജയശങ്കർ ഹിയർ. അപ്പുറത്തു നിന്നും കേട്ടത് മുഴക്കമുള്ള ഒരു ചിരിയായിരുന്നു. ജയശങ്കറുടെ നെറ്റി ചുളിഞ്ഞു. വിക്രം സിംഗ്. യാ. ചിരി നിന്നു. അപ്പോൾ എന്റെ ചിരി കേട്ടാൽ നിനക്ക് മനസ്സിലാകുമെന്നായി അല്ലേ? അതങ്ങനെയാ. ഉറക്കത്തിൽ പോലും നിന്റെ കാതുകളിൽ നടുക്കം കൊള്ളിക്കുന്ന ഒരു പേരായി ഞാനുണ്ടാവും എന്നെനിക്കറിയാം. ഷട്ടപ്പ് സ്കൗണ്ട്രൽ. എവിടെ നിന്നാണ് നീ വിളിക്കുന്നത്? അത് കണ്ടുപിടിക്കലല്ലേ നിന്റെ ജോലി. പക്ഷെ ഒന്നുണ്ടടാ, നിനക്കൊന്നും എന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല. കാരണം നിനക്കൊക്കെ എത്തിപ്പെടാൻ കഴിയുന്നതിനേക്കാൾ ഒരുപാട് ഉയരത്തിലാണ് ഞാനിപ്പോൾ. അതെന്താടാ, നീ മരത്തിന്റെ മുകളിലിരുന്നാണോ സംസാരിക്കുന്നത്? ജയശങ്കർ പരിഹസിച്ചു. അത് നീ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോ. പക്ഷെ ഇപ്പോൾ ഞാൻ വിളിച്ചത് മറ്റൊന്നറിയിക്കാനാണ്. നിന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. മരണത്തിന്റെ രൂപത്തിൽ നിന്റെ നിഴലിൽ തന്നെ ഞാൻ എത്തിക്കഴിഞ്ഞു. ഫോൺ കട്ടായി. അധ്യായം 24. അപ്പുറത്ത് ഫോൺ കട്ട് ചെയ്തിട്ടും റിസീവർ കാതോട് ചേർത്തുകൊണ്ട് പിന്നെയും കുറെ നേരം അങ്ങനെ തന്നെ ഇരുന്നു പോയി SP ജയശങ്കർ. വിക്രം സിംഗിന്റെ വാക്കുകൾ ഒരു മുഴക്കമായി അപ്പോഴും കാതുകൾക്ക് ചുറ്റും തങ്ങി നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ഇപ്പോൾ അവന്റെ ഏറ്റവും വലിയ ശത്രു താനാണെന്ന കാര്യത്തിൽ ജയശങ്കർക്ക് തെല്ലും സംശയമുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ മേനോനങ്കിളിനും ഹോം മിനിസ്റ്റർക്കും ചീഫ് മിനിസ്റ്റർക്കും നൽകിയിട്ടുള്ള ഡെഡ് ലൈനുകൾ മാറ്റിവെച്ച് അവൻ തനിക്കായി നീങ്ങി തുടങ്ങിയിരിക്കും. അയാൾ സാവധാനം റിസീവർ വെച്ചു. പിന്നെ ചിന്താഭാരത്തോടെ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. സമയമിഴഞ്ഞു. ഫോൺ ശബ്ദിച്ചു. അത് CA സിദ്ദിഖിന്റെ മെസ്സേജ് ആയിരുന്നു. സർ, ഗാർഡ് സത്യരാജിന്റെ വീട്ടിൽ നിന്നും കുറെ കറൻസി നോട്ടുകൾ കണ്ടെടുത്തിട്ടുണ്ട്. തലയിണ കവറിനുള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു അയാൾ അത്. ജയശങ്കറുടെ മുഖം തെളിഞ്ഞു. അയാൾ അവിടെയുണ്ടോ? ഇല്ല സാർ. വീട്ടുകാരോട് പണത്തെക്കുറിച്ച് തിരക്കിയില്ലേ? സാർ, അവർക്കും അതേക്കുറിച്ച് യാതൊന്നും അറിയില്ല. എത്ര രൂപയുണ്ട്? 95,000. ഓക്കെ. ആ വീട്ടിൽ പുരുഷന്മാരായി വേറെ ആരൊക്കെയുണ്ട്? ഒരാൾ മാത്രം, സത്യരാജിന്റെ അച്ഛൻ. എങ്കിൽ അയാളെ കസ്റ്റഡിയിലെടുത്തോളൂ. പണവും കൊണ്ട് പോരെ. അയാളെ ഉപദ്രവിക്കരുത്. നോ സാർ. ഓക്കെ. അയാൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് സെൻട്രൽ ജയിലിലേക്ക് വിളിച്ചു. കനകരാജനെ തന്നെ കിട്ടി. ഞാനാ കനക. ജയശങ്കർ. ഇന്നലെ രാത്രി സെല്ലിന് ഡ്യൂട്ടി ആയിരുന്ന ഗാർഡ് സത്യരാജിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കണം. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. കനകരാജന്റെ മറുപടി അയാളെ ഞെട്ടിച്ചു. ജയശങ്കർ രാവിലെ ഇവിടെ വരുമ്പോൾ അയാൾ ഉണ്ടായിരുന്നു. താൻ പോയി കഴിഞ്ഞ് ഞാൻ അയാളെ അന്വേഷിച്ചപ്പോൾ കാണാനില്ല. കൂടുതൽ തെരഞ്ഞപ്പോൾ ഗേറ്റ് കടന്ന് അതിവേഗം പോകുന്നത് കണ്ടവരുണ്ട്. ഛേ. ജയശങ്കർ കൈചുരുട്ടി മേശയിലിടിച്ചു. സത്യരാജാണ് വിക്രം സിംഗിനെ രക്ഷപ്പെടാൻ സഹായിച്ചത്. അതിനുള്ള തെളിവുകളൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. കനകരാജന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ ജയശങ്കർ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിവരം നൽകി. വിക്രം സിംഗിനോടൊപ്പം ഗാർഡ് സത്യരാജിനെ കൂടി കണ്ടെത്തണം. ഉടനെ തലസ്ഥാനത്തെ എല്ലാ വോക്കി ടോക്കുകളിലും ആ മെസ്സേജ് എത്തി. പക്ഷേ സന്ധ്യ വരെ അന്വേഷിച്ചിട്ടും ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഇരുവരും തലസ്ഥാനം വിട്ട് ഒരിടത്തേക്കും പോയിരിക്കില്ലെന്ന് ജയശങ്കർക്ക് ഉറപ്പുണ്ടായിരുന്നു. അയാൾ സത്യരാജിന്റെ പിതാവിനെ ചോദ്യം ചെയ്തു. എനിക്കൊന്നും അറിയത്തില്ല സാറേ, ആ വൃദ്ധൻ പറഞ്ഞു. ഞാൻ പറയുന്നതൊന്നും അവൻ അനുസരിക്കത്തുമില്ല. തോന്നുമ്പോൾ വീട്ടിൽ നിന്ന് പോകും, വരും. ചിലപ്പോൾ കുടിച്ചിട്ട് വന്ന് പെണ്ണിനെ എടുത്തിട്ടടിക്കും. ഏതായാലും ഒന്നെനിക്കുറപ്പാ, അവൻ ആള് ശരിയല്ല. എന്തൊക്കെയോ രഹസ്യ ഇടപാടുകള് അവനുണ്ട്. അല്ലെങ്കിൽ ഈ പണമെല്ലാം എവിടുന്നാ? ജയശങ്കർ അമർത്തിയൊന്ന് മോളി. അതിരിക്കട്ടെ, ഇപ്പോൾ അവൻ എവിടെ കാണും? ജയിലിലില്ലേ?
ഇല്ല. എങ്കിലെനിക്കറിയത്തില്ല സാറേ. ചിലപ്പോൾ കണ്ണമൂല കമലയുടെ വീട്ടിൽ കാണും. അവിടെ അവനൊരു പറ്റുവരവുള്ളതായി ഇന്നാള് അവന്റെ ഭാര്യ വിളിച്ചു പറയുന്നത് ഞാനൊന്ന് കേട്ടു. കണ്ണമ്മൂല കമല? എസ് പിയെ നോക്കി. അവളെ പൊക്കണം ഇപ്പോൾ തന്നെ. ഔട്ട് പോസ്റ്റിൽ തിരക്കിയാൽ ഒരു പക്ഷേ അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയേക്കും സാർ. അപ്പോൾ തന്നെ സിദ്ദിഖ് കുറെ പോലീസുകാരെയും കൂട്ടി യാത്രയായി. കണ്ണമ്മൂല ജീപ്പ് ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. അതിനു മുൻപ് തന്നെ കമലയെക്കുറിച്ചുള്ള വിവരങ്ങൾ സിദ്ദിഖ് ശേഖരിച്ചിരുന്നു. ജീപ്പ് പിന്നെയും ഇടത്തേക്ക് തന്നെ തിരിഞ്ഞ് ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറി 20 മീറ്ററോളം മുന്നോട്ട് നീങ്ങി ഒരു പഴയ ഗേറ്റിന് മുന്നിൽ നിന്നു. തുരുമ്പെടുത്ത ഗേറ്റ്, പൊട്ടിപ്പൊളഞ്ഞ മതിൽ, അകത്ത് 3-4 മുറികളുള്ള ഓലമേഞ്ഞ കെട്ടിടം. സിഐയും സംഘവും മുറ്റത്തെത്തി. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പുറത്തെങ്ങും ആരെയും കണ്ടില്ല. ഏയ്, സിഐ കെയിൻ കൊണ്ട് കട്ടിളയിൽ തട്ടി. അകത്ത് പെട്ടെന്നൊരു പിറുപിറുക്കൽ. സിദ്ദിഖ് പോലീസുകാരെ നോക്കി. അതിന്റെ അർത്ഥം ഗ്രഹിച്ച അവർ രണ്ടുപേർ പെട്ടെന്ന് വീടിന് പിന്നിലേക്ക് പോയി. അവിടെയുണ്ടായിരുന്ന വാതിൽക്കൽ നിലയുറപ്പിച്ചു. പിന്നെയും അരമിനിറ്റോളം കഴിഞ്ഞാണ് വാതിൽക്കലേക്ക് ഒരു സ്ത്രീ വന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ തൊട്ടുമുന്നിൽ കണ്ടിട്ടും അവളുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവഭേദവും തോന്നിയില്ല. സിഐ അവളെ അടിമുടി ഒന്ന് നോക്കി. ലുങ്കിയും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. കൊഴുത്തുരുണ്ട ശരീരം, വിടർന്ന കണ്ണുകൾ, നെറ്റിയിലെ പൊട്ട് തെല്ല് മാഞ്ഞിട്ടുണ്ട്. വിയർപ്പ് കണങ്ങൾ കഴുത്തിലൂടെ താഴേക്കിറങ്ങുന്നു. കമല? ഞാനാ സാറേ. നീയെന്താ വ്യായാമം ചെയ്യുകയായിരുന്നോ? അവൾ കീഴ്ച്ചുണ്ട് കടിച്ചു ചിരിച്ചു. ഏറ് കണ്ടിട്ട് സിഐയെ ഒന്ന് നോക്കി. ഇതെന്നാ ചോദ്യമാ സാറേ? നായിന്റെ മോളെ, പോലീസ് ഉദ്യോഗസ്ഥനെ പഞ്ചാരയടിച്ച് വീഴ്ത്താമെന്ന് കരുതിയോടി? വ്യഭിചാര കുറ്റത്തിന് നിന്നെ വേണമെങ്കിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കാം എനിക്ക്. കമലയൊന്ന് പതറി. എങ്കിലും പറഞ്ഞു, സാറേ, ഇവിടത്തെ മാന്യന്മാര് ഇരുട്ടിന്റെ മറവിൽ ചെയ്യുന്നത് ഞാൻ പകൽ വെളിച്ചത്തിലും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നാവടക്കടി. സിദ്ദിഖ് കെയിൻ ചൂണ്ടി. അല്ലെങ്കിൽ ഇത് നിന്റെ അണ്ണാക്കിൽ കുത്തിയിറക്കും ഞാൻ. കമല ശരിക്കും ഭയന്നുപോയി. ആരാടി നിന്റെ കൂടെ ഇപ്പോൾ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നത്? ആരുമില്ലായിരുന്നു സാറേ, ഞാൻ ഉറങ്ങുകയായിരുന്നു. വേഷം കെട്ട് വേണ്ട. സിദ്ദിഖ് കോൺസ്റ്റബിൾസിനെ നോക്കി. സെർച്ച്. അവർ മുന്നോട്ട് കുതിച്ചു. അവരെ തടയാൻ കമല ഒരു വിഫല ശ്രമം നടത്തി. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി. സിദ്ദിഖിന്റെ ശബ്ദത്തെ എതിർക്കാനുള്ള കരുത്ത് അവൾക്കില്ലായിരുന്നു. അവൾ നീങ്ങി നിന്നു. സത്യരാജാണോടി അകത്തുള്ളത്? അയാളുടെ പേര് കേട്ടപ്പോൾ അവളൊന്ന് പകച്ചതുപോലെ സിഐക്ക് തോന്നി. എങ്കിലും പറഞ്ഞു, ഏത് സത്യരാജ്? അങ്ങനെ ഒരാളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേയില്ല സാർ. സിദ്ദിഖ് കെയിൻ കൊണ്ട് അവളുടെ താടി മുകളിലേക്ക് ഉയർത്തി. ആ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി. അവൾ ശരിക്കും പതറിപ്പോയി. അവളുടെ കണ്ണുകളിൽ നിന്നും ദൃഷ്ടികൾ പിൻവലിക്കാതെ തന്നെ അയാൾ തിരക്കി. നിനക്ക് സത്യരാജിനെ അറിയില്ലേ? സെൻട്രൽ ജയിലിൽ ഗാർഡായ സത്യരാജിനെ? ഇല്ല സാർ. അയാളുടെ കയ്യിൽ കെയിൻ താഴേക്ക് നീങ്ങി. അവളുടെ വലിയ പൊക്കിളിൽ അത് മുട്ടി. ഇത് ഞാൻ അങ്ങോട്ടിറക്കിയാലുണ്ടല്ലോ. പറയടി, സത്യരാജ് ഇവിടെ വരാറില്ലേ? ഉണ്ട് സാർ. അവൾക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അകത്തുണ്ടോ? ഇല്ല. ഇന്നിവിടെ അയാൾ വന്നതെപ്പോഴാണ്? ഇന്ന് വന്നില്ല സാർ. അവിടെ പോലീസ് ജീപ്പ് കിടക്കുകയും കമലയെ പുറത്തു നിർത്തി ചോദ്യം ചെയ്യുന്നതുമൊക്കെ കണ്ടപ്പോൾ അയൽക്കാരായ ചിലരൊക്കെയും റോഡിലൂടെ വന്നവരും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. വീടിനുള്ളിലേക്ക് പോയ പോലീസുകാർ ഒരുവനെ വലിച്ചിറക്കി കൊണ്ടുവന്നു. സത്യരാജ് ഇവിടെയില്ല സാർ, പകരം ഇവനെയാണ് കിട്ടിയത്. സിദ്ദിഖ് നോക്കി. ഏറിയാൽ 20 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ്. കോളേജ് വിദ്യാർത്ഥിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്താണ് നിന്റെ പേര്? രാജൻ വാര്യർ. അവൻ പറഞ്ഞു. സിദ്ദിഖിന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. നിന്നെയും ഇവളെയും വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുകയാണ് ഞാൻ. അത് കേട്ട് അവനൊന്ന് ചിരിച്ചു. സാറേ, വെറുതെ കല്ലിൽ കടിച്ച് പല്ല് കളയല്ലേ. എടാ, സിഎ കെയിൻ ഓങ്ങി. സാറേ, എന്നെ അറസ്റ്റ് ചെയ്താൽ നാളെ നിങ്ങളുടെ തലയിൽ ഈ തൊപ്പി കാണില്ല. ആരോടൊക്കെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും എന്നറിയാമോ? സിദ്ദിഖ് അവനെ തന്നെ നോക്കി നിന്നു. ചെറുചിരിയോടെ അവൻ പറഞ്ഞു, നിങ്ങളെ പിടിച്ചുകൊണ്ടു പോകാറുള്ള 3-ാം കിട പോക്കറ്റടിക്കാരനല്ല ഞാൻ. എന്നെ തൊട്ടാൽ കൈ പൊള്ളും. ഞാൻ രാഘവ വാര്യരുടെ മകനാണ്. നിങ്ങളുടെയൊക്കെ തലതൊട്ടപ്പനായ DGP രാഘവ വാര്യരുടെ മകൻ രാജൻ വാര്യർ. CI മാത്രമല്ല, പോലീസുകാരും സ്തബ്ധരായി. ആർക്കും അനങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ രാജൻ വാര്യർ കൈകൾ മുന്നോട്ട് നീട്ടി. ചുണയുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യ്. സിദ്ദിഖ് വിയർക്കാൻ തുടങ്ങിയിരുന്നു. അധ്യായം 25. അല്പനേരം അവിടെ കനത്ത നിശബ്ദത വന്നു. CA സിദ്ദിഖും പോലീസുകാരും മുഖാമുഖം നോക്കി. എന്തു ചെയ്യണം? കനത്ത ഒരു വെല്ലുവിളിയാണ് മുന്നിൽ. ഇവനെ അറസ്റ്റ് ചെയ്താൽ വാര്യർ സാർ അടങ്ങിയിരിക്കില്ലെന്ന് ഉറപ്പ്. അറസ്റ്റ് ചെയ്യാതിരുന്നാൽ ധരിച്ചിരിക്കുന്ന കാക്കിയുടെ വില നഷ്ടപ്പെടും. റോഡിലും പരിസരത്തുമൊക്കെ ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട്. അവർക്കിടയിൽ പോലീസിനുള്ള വില നഷ്ടപ്പെടും. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യണമെങ്കിൽ ഒരാൾക്കേ കഴിയൂ, SP ജയശങ്കർ സാറിന്.
എന്താ സർക്കിളെ? സർക്കിളായിട്ട് നിൽക്കാതെ ആ തിരുവായി തുറന്ന് എന്തെങ്കിലും ഒഴിഞ്ഞാട്ടെ. പിന്നെയും രാജൻ വാര്യരുടെ പരിഹാസം. എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള തന്റെ ഇടം തനിക്കുണ്ടോ? CA സിദ്ദിഖിന്റെ മുഷ്ടികൾ ഞെരിഞ്ഞു, കണ്ണുകൾ കുറുകി, മുഖത്തേക്ക് രോഷം ഇരമ്പി കയറി വന്നു. അണപ്പല്ലുകൾ ഞെരിഞ്ഞ വരുന്ന ശബ്ദം അടുത്തു നിന്നിരുന്ന പോലീസുകാർക്കും രാജൻ വാര്യർക്കും കേൾക്കാമായിരുന്നു. വെറുതെ പല്ല് കടിച്ച് പൊട്ടിക്കല്ലേ സർക്കിളെ, എന്തെങ്കിലുമൊക്കെ കടിച്ചു പറിച്ച് തിന്നാനുള്ളതല്ലേ. രാജൻ വാര്യർ ചിരിക്കുകയാണ്. അവന്റെ കരണത്തൊന്ന് പൊട്ടിച്ചാലോ എന്ന് പലവട്ടം ചിന്തിച്ചു. അപ്പോൾ 2 ബൈക്കുകൾ കൂടി അവിടെ വന്നു നിന്നു. ഒന്നിൽ 2 പേരും, അടുത്തതിൽ ഒരാളും. രാജൻ വാര്യരെ നേരത്തെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടു പോയതായിരുന്നു അവർ. ഇപ്പോൾ തിരികെ കൊണ്ടുപോകാൻ വന്നതാണ്. അപ്രതീക്ഷിതമായി പോലീസുകാരും ആൾക്കാരും അവിടെ കൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവരും ആദ്യം ഒന്നമ്പരന്നു. എന്താ രാജ, എന്തുണ്ടായി? അവർ പെട്ടെന്ന് സുഹൃത്തിന്റെ അടുത്ത് വന്നു. സർക്കിളേമാനെ എന്നെ ഒന്ന് കസ്റ്റഡിയിലെടുത്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടും ഇയാൾ ഇപ്പോൾ അനങ്ങുന്നില്ല. നേരാണോ സാറേ ഇവൻ പറയുന്നത്? രാജൻ ആരാണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണോ സാറ് ഷോ കാണിക്കുന്നത്? ഒരാൾ SIക്ക് നേരെ തിരിഞ്ഞു. മൂവരെയും ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു സിദ്ദിഖ്. തലസ്ഥാനത്തെ തിമിംഗലങ്ങളുടെ മക്കളാണിവരെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലായി. ഏമാൻ എന്താ മിണ്ടാത്തത്? ഭയന്നു പോയോ? അവൻ ചോദ്യം ആവർത്തിച്ചു. നീ വാടാ, ഇതിനേക്കാൾ വലിയ പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂട്ടുകാരൻ രാജൻ വാര്യരുടെ കരം കവർന്നുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ഭാവിച്ചപ്പോൾ സിദ്ദിഖ് കെയിൻ നീട്ടിത്തടഞ്ഞു. നില്ലടാ അവിടെ. യുവാക്കൾ കൗതുകം ഭാവിച്ചു. ഇതിപ്പോൾ ഒറ്റ നടക്കി പോകുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. അവർ അയാളുടെ നെഞ്ചിലെ നെയിം പ്ലേറ്റിലേക്ക് നോക്കി. RI സിദ്ദിഖ്, നല്ല പേര്. ഈ കാക്കി ശരീരത്തിലുണ്ടെങ്കിലേ 4 ആൾക്ക് ഈ നെയിം പ്ലേറ്റ് കാണാൻ കഴിയൂ. അതുകൊണ്ട് സാറ് പോയാട്ടെ. കാക്കിയില്ലാത്ത പോലീസുകാരന് ജനങ്ങൾ പട്ടിയുടെ വില പോലും കൽപ്പിക്കില്ല. ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല സിദ്ദിഖിന്. അത് പറഞ്ഞവന്റെ മുഖമടച്ച് ഒരടിയായിരുന്നു. വല്ലാത്തൊരു നിലവിളിയോടെ അവൻ പിന്നോട്ട് തെറിച്ചു വീണു. അവിടെ നിന്ന് എണീറ്റ അവൻ തുപ്പിയത് ചോരയാണ്. അത് കണ്ട രാജൻ വാര്യർക്കും മറ്റുള്ളവർക്കും സഹിച്ചില്ല. താൻ അത്രയ്ക്കായോടോ എന്ന് ചോദിച്ചുകൊണ്ട് രാജൻ CIയെ അടിച്ചു. സിദ്ദിഖ് അത് തടഞ്ഞിട്ട് അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിന്നോട്ടാഞ്ഞു തള്ളി. രാജൻ അവിടെ മലർന്നു വീണു. വല്ലാത്തൊരു നാണക്കേടായിപ്പോയി അവനത്. വിഷമവും കോപവുമൊക്കെ ഒന്നിച്ചുണ്ടായ അവൻ ക്ഷണത്തിൽ ചാടി എണീറ്റു. അടിക്കടാ അവനെ. രാജനും കൂട്ടരും പോലീസുമായി ഏറ്റുമുട്ടി. അവരും തിരിച്ചടിച്ചു. ഏതായാലും 5 മിനിറ്റ് വേണ്ടി വന്നില്ല. 4 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവരെ പോലീസുകാർ ജീപ്പിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ സിദ്ദിഖ് പറഞ്ഞു, നിന്റെയൊക്കെ തന്തമാര് ആരുമായിക്കോട്ടടാ, പോലീസിനോട് കളിച്ചാലുള്ള അനുഭവം നീയൊക്കെ ഇന്ന് ശരിക്കറിയാൻ പോകുകയാണ്. വിടാൻ ഞങ്ങളെ, കൊണ്ടുപോകരുത്. നാളെ നിങ്ങൾക്ക് ജോലി കാണില്ല. രാജൻ വാര്യർ അലറി. തുമ്മിയാൽ തെറിക്കുന്ന ജോലിയാണെങ്കിൽ അതങ്ങ് പോകട്ടടാ. സിദ്ദിഖിന് ഇനി ഏതായാലും അവരെ വിടാൻ ഭാവമില്ലായിരുന്നു. ബൈക്കുകൾ അവിടെ തന്നെ ഇരുന്നു. പോലീസ് ജീപ്പ് അവരുമായി തിരിച്ചുപോയി. സത്യരാജിനെ തേടിപ്പോയ CI മറ്റു യുവാക്കളെ പിടിച്ചുകൊണ്ടുവന്നത് കണ്ട് SP ജയശങ്കർ പകച്ചുപോയി. എന്നാൽ അവിടെ നടന്നത് അത്രയും സിദ്ദിഖ് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ SP എണീറ്റു. ജയശങ്കറുടെ മുന്നിലെത്തിയതോടെ അവരുടെ ധൈര്യമൊക്കെ ചോർന്നു പോകാൻ തുടങ്ങിയിരുന്നു. നേരെ നിൽക്കിനടാ. അയാളുടെ ശബ്ദം ഉയർന്നപ്പോൾ അവർ അറിയാതെ ഒന്ന് ഞെട്ടി. ഞങ്ങളെ യാതൊരു കാരണവുമില്ലാതെയാണ് പിടിച്ചുകൊണ്ടുവന്നത്, രാജൻ വാര്യർ പറഞ്ഞു. നീയാണ് DGP സാറിന്റെ മകൻ അല്ലേ? ജയശങ്കറുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അവിവാഹിതനും വിദ്യാർത്ഥിയുമായ നീ പട്ടാപ്പകൽ ഒരു വീട്ടിൽ കയറി വ്യഭിചരിച്ചത് തെറ്റല്ലെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? വിളറിപ്പോയി രാജൻ വാര്യർ. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. SP CIയെ നോക്കി. സിദ്ദിഖ് ഫോൺ അറ്റൻഡ് ചെയ്തു. SP ഓഫീസ്. ജയശങ്കർ ഇല്ലേ? ആ ചോദ്യത്തിനുടമയെ സിദ്ദിഖ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. വാര്യർ സാർ. ഉണ്ട് സാർ. താൻ സിദ്ദിഖാണോ? യെസ് സാർ. എന്ത് തോന്നിയാസമാടോ താൻ കാണിച്ചത്? എന്റെ മോനെവിടെയാണ്? ഇവിടെയുണ്ട്. ഭേദ്യം ചെയ്യലാണോ? അല്ല സാർ. അന്വേഷണ വിധേയമായി തന്നെ സസ്പെൻഡ് ചെയ്യുകയാണ് ഞാൻ സാർ. ദിസ് ഈസ് ആൻ ഓർഡർ സാർ. ക്ഷണത്തിൽ സിദ്ദിഖിന്റെ മുഖത്ത് വിയർപ്പ് കണങ്ങളുമായി. ജയശങ്കർ അവിടെയില്ലേ? ഉണ്ട് സാർ. ഫോൺ അയാൾക്ക് കൈമാറ്. സിദ്ദിഖിന്റെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന ജയശങ്കർക്ക് കാര്യങ്ങൾ ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. ചുളിഞ്ഞ നെറ്റിയോടെയാണ് അയാൾ റിസീവർ വാങ്ങിയത്. യെസ് സാർ. എന്താടോ ഇത്? തന്നെപ്പോലെ തന്നെ തന്റെ സബോർഡിനേറ്റ്സും അഹങ്കാരികളായി മാറുകയാണോ? സാർ, എന്റെ മക്കളെയും അവരുടെ കൂട്ടുകാരെയും വിട്ടോ? നോ സാർ. ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ക്വസ്റ്റ്യൻ ചെയ്യുകയോ? യെസ് സാർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അത് പതിവല്ലേ? അപ്പോൾ താൻ കൂടി അറിഞ്ഞിട്ടാണിതെല്ലാം അല്ലേ? ജയശങ്കർക്ക് പെട്ടെന്നൊരു യുക്തി തോന്നി. സിദ്ദിഖിനെയും മറ്റും രക്ഷപ്പെടുത്താൻ ഇതുതന്നെയാണ് നല്ലത്. അയാൾ അറിയിച്ചു.
അവരെ കസ്റ്റഡിയിലെടുക്കും മുൻപ് സിദ്ദിഖ് എന്നോട് ആലോചിച്ചിരുന്നു സാർ. ഞാൻ പറഞ്ഞിട്ടാണ് അവരെ കസ്റ്റഡിയിലെടുത്തത്. വാട്ട്? യെസ് സാർ. പകൽ നേരത്ത് കുപ്രസിദ്ധയായ ഒരു വേശ്യയുടെ വീട്ടിൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടതിനാണ് അവനെ കസ്റ്റഡിയിലെടുത്തത്. സാറിന്റെ മകൻ എന്ന ഫേവർ അവന് സിദ്ദിഖ് നൽകിയേനെ. പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അവന്റെ കീഴിലാണെന്ന് പാവം പയ്യൻ വിചാരിച്ചു പോയി. അതുകൊണ്ട് തന്നെ അവനും സുഹൃത്തുക്കളും പോലീസിനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. അതും കൂടാതെ ഭീഷണിപ്പെടുത്തി. ഏറെ ആൾക്കാർ അതിനൊക്കെ സാക്ഷികളാണ് സാർ. ഐ സി. ഒരു നിമിഷം കഴിഞ്ഞാണ് DGP സംസാരിച്ചത്. എങ്കിൽ സിദ്ദിഖിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് പകരം അത് ഞാൻ തനിക്ക് തരുന്നു. താങ്ക് യു സാർ. സാർ, സസ്പെൻഷൻ ഓർഡർ ടൈപ്പ് ചെയ്യും മുമ്പ് ഒരു കാര്യം. ഏതായാലും കുറെ കാലം ഞാൻ വീട്ടിലിരിക്കേണ്ടി വരും. എങ്കിൽ പിന്നെ അത് ഏതെങ്കിലും തക്കതായ കാര്യത്തിനായിക്കോട്ടെ. കസ്റ്റഡിയിൽ കിട്ടുന്ന പ്രതികളോട് എങ്ങനെയാണ് ഞാൻ പെരുമാറാറുള്ളതെന്ന് ഒരു പക്ഷേ സാറിനും അറിയാമായിരിക്കും. ഞാൻ ഇവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ പോകുകയാണ്. പിന്നെ വേണ്ട വിധത്തിൽ സൽക്കരിക്കാൻ പോകുകയാണ്. എന്നിട്ട് വരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യിക്കും. കാണണോ സാറിന്? സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റും മുൻപ് ഞാൻ ഇത്രയും ചെയ്തിരിക്കും. പിന്നെ നാളത്തെ പത്രങ്ങൾക്ക് ആറാട്ടാണ്. ഞാൻ എന്ത് ചെയ്യണം സാർ? ഇപ്പോൾ തന്നെ പത്രക്കാരെ വിളിക്കട്ടെ? അതിനുള്ള മറുപടിക്കായി SP ജയശങ്കർ കാത്തു. അധ്യായം 26. സെക്കൻഡുകൾ അടർന്നു. CA സിദ്ദിഖും രാജൻ വാര്യരും സുഹൃത്തുക്കളുമെല്ലാം SP ജയശങ്കറെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഏത് നിമിഷവും തന്റെ ഡാഡിയുടെ നിർദ്ദേശാനുസരണം തങ്ങളെ റിലീസ് ചെയ്യുമെന്നായിരുന്നു അവന്റെ വിശ്വാസമെങ്കിലും ഡാഡിയോട് ജയശങ്കർ പറയുന്നത് കേട്ടപ്പോൾ തെല്ല് ശങ്ക തോന്നുകയും ചെയ്തു. റിസീവർ കാതോട് ചേർത്ത് DGP രാഘവ വാര്യരുടെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു SP ജയശങ്കർ. വാര്യർ സാർ റിസീവർ വെച്ചിട്ടില്ല. ആലോചിച്ചിരിക്കുകയാണെന്ന് തോന്നി. സാർ, അയാൾ പിന്നെയും വിളിച്ചു. എന്താടോ? ഒരു ഉത്തരം പറഞ്ഞില്ല. തനിക്കെന്താ വേണ്ടത്? സാർ, അങ്ങയുടെ മകനെ മനഃപൂർവ്വം ഉപദ്രവിക്കണമെന്നൊന്നും എനിക്കില്ല. പക്ഷേ എനിക്കെതിരെ ഒരാക്ഷൻ ഉണ്ടായാൽ എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയുകയുമില്ല സാർ. പബ്ലിക്കിന് മുന്നിൽ വെച്ച് പോലീസിനെ ഹരാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാരായാലും ശരി കേട്ടു നിൽക്കാൻ കഴിയില്ല സാർ. ആ നേരത്ത് നടപടിയുണ്ടാകാതിരുന്നാൽ കണ്ടു നിൽക്കുന്നവർ പിന്നീട് പോലീസിന് പുല്ലുവിലയായിരിക്കും കൽപ്പിക്കുക. സാറിനെ ഒന്നും ഞാൻ പ്രത്യേകം മനസ്സിലാക്കേണ്ടതില്ലല്ലോ. രാഘവ വാര്യർ ദീർഘമായി നിശ്വസിക്കുന്നത് ജയശങ്കർ കേട്ടു. അയാൾ തുടർന്നു. അങ്ങയെ നാണം കെടുത്തണമെന്ന് എനിക്കൊട്ടും ആഗ്രഹമില്ല. അങ്ങയ്ക്ക് ഒരു അപമാനമുണ്ടായാൽ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ ഉണ്ടാകുന്ന അപമാനമാണെന്ന് എനിക്കറിയാം. ഇനി സാർ പറയൂ, ഞാൻ എന്തു വേണം? ജയശങ്കർ. രാഘവ വാര്യർ തെല്ലയഞ്ഞു. നീ എന്റെ മോനെ കൈവെക്കരുത്. നേരത്തെ അവനും പോലീസുകാരുമായി തല്ലുണ്ടായെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ ഭാഗത്തുനിന്ന് ഇനി ഒന്നും ഉണ്ടാകില്ല സാർ. ഓക്കെ, അവര് വിട്ടേരി സാർ. അയാൾ ഫോൺ വെച്ചു. അനന്തരം രാജൻ വാര്യരെയും സുഹൃത്തുക്കളെയും നോക്കി. ആദ്യമായി കുറ്റവാളികൾക്ക് എന്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഒരു ഫേവറാണിത്. നിങ്ങൾക്ക് പോകാം. പക്ഷേ ഒന്ന് മറക്കരുത്, പോലീസുകാർ നിയമം പാലിക്കുന്നവരാണ്. അവരോട് വീട്ടിലെ വേലക്കാരോട് പെരുമാറുന്നത് പോലെ ചെയ്താൽ അതിന്റെ ബലം വളരെ വലുതായിരിക്കും. ഒറ്റയാൾ പോലും മിണ്ടിയില്ല. മിണ്ടിയാൽ ജയശങ്കർ തല്ലുമെന്ന് അവർ ഭയന്നിരുന്നു. അവർ ഇറങ്ങിപ്പോയി. ജയശങ്കർ സിദ്ദിഖിനെ നോക്കി കണ്ണിറുക്കി. ഇനി ആർക്കും സസ്പെൻഷൻ കിട്ടുമെന്ന് കരുതേണ്ട. വാര്യര് സാറ് അത്രയ്ക്ക് ബുദ്ധിമോശം കാട്ടുമെന്ന് തോന്നുന്നില്ല. CAയ്ക്കും പോലീസുകാർക്കും അമ്പരപ്പായിരുന്നു. DGPയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ജയശങ്കർ സാറിനെ കഴിയൂ. ഇദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ തങ്ങളൊക്കെ നാളെ വീട്ടിലിരുന്ന് ചൊറുകുത്തേണ്ടി വന്നേനെ. ആ സിദ്ദിഖ് നമ്മൾ പ്രധാന കർമ്മത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. വിക്രം സിംഗും സത്യരാജുമാണിപ്പോൾ നമ്മുടെ മുന്നിൽ. സത്യരാജിനെയെങ്കിലും എവിടെ നിന്നെങ്കിലും പൊക്കണം സാർ. അയാളുടെ അച്ഛനെ എന്ത് ചെയ്തു? സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ട്. ആഹാരം വാങ്ങിക്കൊടുക്കാൻ ഏർപ്പാട് ചെയ്യണം സാർ. നേരം സന്ധ്യയായി. രാജൻ വാര്യർ വീട്ടിലെത്തി. ബൈക്കിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് തന്നെ പിന്നിൽ വെളുത്ത അംബാസഡർ കാർ വന്നു നിന്നു. ഡാഡി. അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ കാറിൽ നിന്നിറങ്ങി രാഘവ വാര്യർ അകത്തേക്ക് പോയി. പിന്നാലെ രാജൻ വാര്യരും ചെന്നു. അവൻ അകത്ത് കടന്നയുടനെ തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം പറഞ്ഞു, ആ വാതിലടച്ചേര്. രാജന്റെ നെറ്റി ചുളിഞ്ഞു. അവൻ വാതിൽ ബോൾട്ട് ചെയ്തു. ഇങ്ങ് വാടാ. സംശയത്തോടെയാണ് അവൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയത്. ചോദ്യവും പറച്ചിലുമൊന്നും ഉണ്ടായില്ല. ഒറ്റയടിയായിരുന്നു. രാജന്റെ കവിൾ പുകഞ്ഞു. വീണ്ടും അടിക്കാനായി അദ്ദേഹം കൈ ഓങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, തൊട്ടുപോകരുത് എന്നെ. വാര്യരുടെ നെറ്റി ചുളിഞ്ഞു. എടാ, എന്താ നീ പറഞ്ഞത്? അത് തന്നെ. എന്നെ തൊട്ടാലുണ്ടല്ലോ എല്ലാം വിളിച്ചു പറയും ഞാൻ. പട്ടാളം വന്നാൽ പോലും പിന്നെ ഒരു പക്ഷെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല.
ഷട്ടപ്പ് റാസ്കൽ, നീ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയാമോ? നന്നായിട്ടറിയാം. മറ്റാരേക്കാളും നിങ്ങളെ ശരിക്കറിയാമല്ലോ എനിക്ക്. രോഷം കൊണ്ട് പുകഞ്ഞു നിൽക്കുകയാണ് രാഘവ വാര്യർ. പക്ഷേ ഇനി രാജനെ തല്ലാനൊരു പേടി. നിനക്കറിയാമോടാ, ആ എസ് പിയുടെ കാല് പിടിക്കേണ്ടി വന്നു എനിക്ക് നിന്നെ പുറത്തിറക്കാൻ. അത് കഴിവില്ലാഞ്ഞിട്ട്. പിന്നെ കാല് പിടിക്കുന്നത് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. അങ്ങനെ കുറെ പേരുടെ കാല് പിടിച്ചിട്ടാണല്ലോ ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ പദവി വരെ. നായേ, നിന്നെ ഞാൻ. രാഘവ വാര്യർ കാലുയർത്തി. പക്ഷേ രാജൻ തെന്നി മാറിക്കളഞ്ഞു. പാവം, എന്റെ അമ്മയെ നിങ്ങളിങ്ങനെ ഇല്ലാതാക്കി. പക്ഷേ എന്നോടങ്ങനെ വന്നാലുണ്ടല്ലോ, ജനിപ്പിച്ച തന്തയാണെന്നൊന്നും നോക്കൂല ഞാൻ. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ അവൻ ധൃതിയിൽ വെട്ടിത്തിരിഞ്ഞ് തന്റെ മുറിയിലേക്ക് പോയി. രാഘവ വാര്യർ തളർച്ചയോടെ സെറ്റിയിലിരുന്നു. വാതിലിന് പിന്നിൽ എല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന വേലക്കാരൻ ചായയുമായി അദ്ദേഹത്തിന്റെ അരികിലെത്തി. നല്ല ചൂടുണ്ടായിരുന്നിട്ടും അദ്ദേഹം വേഗത്തിൽ അത് കുടിക്കുന്നത് അയാൾ കണ്ടുനിന്നു. രാത്രി കനക്കാൻ തുടങ്ങി. എന്നിട്ടും വിക്രം സിംഗിനെ കുറിച്ചോ സത്യരാജിനെ കുറിച്ചോ യാതൊരു തുമ്പും കിട്ടിയില്ല പോലീസിന്. ചീഫ് മിനിസ്റ്റർ ദിവാകരൻ SP ജയശങ്കറെ തന്റെ ഔദ്യോഗിക വസതിയായ ക്ലീൻ ഹൗസിലേക്ക് വിളിപ്പിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. സ്മാർട്ട് ഹൗസിലെ സ്ഫോടനത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി യൂനുസ് കുഞ്ഞ് കനത്ത സെക്യൂരിറ്റിയോടെ മറ്റൊരു വീട്ടിലാണ് താമസം. സിറ്റി പോലീസ് കമ്മീഷണർ അനന്തൻ പകൽ 2 തവണ അവിടെ പോയിരുന്നു. കൂട്ടത്തിൽ SP ജയശങ്കറെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പലതും പറയുകയും ചെയ്തു. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അനന്ത. തൽക്കാലം ഈ പ്രശ്നങ്ങൾ ഒന്ന് കഴിഞ്ഞോട്ടെ. അനന്തന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് മന്ത്രി. രാത്രി ഏറും തോറും റോഡിലെ തിരക്ക് കുറയുകയായിരുന്നെങ്കിലും പോലീസ് വാഹനങ്ങൾക്ക് വിശ്രമമില്ലായിരുന്നു. തലങ്ങും വിലങ്ങും അവ അലറിപ്പാഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ തലസ്ഥാന നഗരമാകെ വിക്രം സിംഗിനെ തേടി പോലീസ് പരക്കം പായുമ്പോഴും അവരുടെ മൂക്കിനടിയിൽ തന്നെ അയാളുണ്ടായിരുന്നു. ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് വിശാലമായൊരു മുറിയുടെ നടുവിൽ ഒരു മേശ, അതിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി, പിന്നെ മദ്യവും സോഡയും മറ്റും. ഒരു ചുരുട്ടിന് തീ കൊളുത്തിക്കൊണ്ട് അയാൾ തന്റെ അനുചരന്മാരെ നോക്കി. അവർ എന്നെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തുടങ്ങണം. തലസ്ഥാനം ചോര കൊണ്ട് ചുവപ്പിക്കണം. എതിരെ വരുന്നവർക്കൊക്കെ സ്വീകരണം നൽകാനായി നമ്മുടെ കൈവശം മരണം മാത്രമേ ഉണ്ടാകാവൂ. അതിനിടയിൽ നമുക്ക് എന്തു പറ്റിയാലും ആരും ദുഃഖിക്കരുത്. നേതാവ് പറയുന്നത് അനുചരന്മാർക്ക് വേദവാക്യമായിരുന്നു. അയാൾ തുടർന്നു. തൊട്ടുമുന്നിൽ ഉറ്റവർ പിടഞ്ഞു വീഴുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോഴൊന്നും പതറാതെ നിന്നത് കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. നമുക്ക് ഒരിക്കലും വേണ്ടാത്ത ഒന്നേയുള്ളൂ, സെന്റിമെന്റ്സ്. അവർ തലയാട്ടി. ഒരാൾ പുറത്തുനിന്ന് വന്നു. അയാൾ എത്തിയിട്ടുണ്ട്, കൊണ്ടുവാ. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ പുതിയ ഒരാളുമായി വന്നു. മെഴുകുതിരിയുടെ വെളിച്ചം അയാളുടെ മുഖത്ത് പതിഞ്ഞു. സത്യരാജ്. വിക്രം സിംഗിന് എതിരെ കിടന്നിരുന്ന കസേരയിൽ അയാൾ ഇരുന്നു. ഇവിടെ എത്താൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. വിക്രം സിംഗ് തന്നെ ഒരു ഗ്ലാസിൽ മദ്യം പകർന്ന് സോഡ കലർത്തി അയാൾക്ക് കൊടുത്തു. സത്യരാജ് ഒറ്റ വലിക്ക് അത് അകത്താക്കി. തനിക്കറിയാമോ, ഇപ്പോൾ എന്നോടൊപ്പം തന്നെയും തിരയുകയാണ് പോലീസ്. അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്റെ പണം അവര് കൊണ്ടുപോയി. എല്ലാം ഞാൻ അറിഞ്ഞു. വിക്രം സിംഗ് തലയാട്ടി. ആ SP ജയശങ്കറുടെ കയ്യിലെങ്ങാനും താൻ പെട്ടുപോയിരുന്നെങ്കിൽ അതോടെ എല്ലാം കഴിഞ്ഞേനെ. ശരിയാണെന്ന ഭാവത്തിൽ സത്യരാജ് ദീർഘനിശ്വാസം വിട്ടു. ഇനിയെങ്കിലും താൻ പിടിക്കപ്പെട്ടാൽ ആകെ കുഴയും. ഞാൻ എന്തു ചെയ്യണം? എവിടെ ഒളിച്ചിരിക്കും? പറ്റിയ ഒരു സ്ഥലമുണ്ട്, താൻ പേടിക്കണ്ട. അവിടെ തന്നെ തേടി ആരും വരില്ല. ഇപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞതേയുള്ളൂ, നമുക്ക് സെന്റിമെന്റ്സ് പാടില്ലെന്ന്. ചെയ്തു തന്ന ജോലിക്ക് 1,00,000 രൂപ തനിക്ക് പ്രതിഫലം തന്നില്ലേ ഞാൻ? അതോടെ ആ കാര്യം തീർന്നു. ഇനി അവശേഷിക്കുന്നത് ഒന്നേയൊന്ന് മാത്രം. വിക്രം സിംഗ് ഒന്ന് നിർത്തി. തന്റെ അനുചരന്മാരെയും സത്യരാജിനെയും മാറി മാറി നോക്കി. ഇത്രയും നാൾ അകത്ത് കിടന്നിരുന്ന ഞാൻ ലക്ഷ്യം കാണാതെ തിരിച്ച് അവിടേക്ക് തന്നെ പോകുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യം. അപ്പോൾ പിന്നെ പിടിക്കപ്പെടാതിരിക്കാനായി എന്തും ചെയ്തേ പറ്റൂ. പറഞ്ഞു നിർത്തിയിട്ട് അയാൾ ഒരു റിവോൾവർ വലിച്ചെടുത്തു. നോ! സത്യരാജിന് പൂർത്തിയാക്കാൻ കഴിയും മുൻപ് സൈലൻസർ ഘടിപ്പിച്ച ആ റിവോൾവറിൽ നിന്നും ചീറിയെത്തിയ ബുള്ളറ്റ് ഹൃദയം പിളർത്തി കഴിഞ്ഞിരുന്നു. നിലവിളിക്കാനായി വായി തുറന്ന അയാളുടെ മുഖത്ത് പെട്ടെന്നൊരുവൻ കൈ അമർത്തി. അധ്യായം 27. വല്ലാത്ത ഒരു കാഴ്ചയായിരുന്നു അത്. എങ്കിലും വിക്രം സിംഗിനോ അയാളുടെ അനുചരന്മാർക്കോ പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നിയില്ല. സത്യരാജിന് അവസാനമായി ശരിക്കൊന്ന് പിടയാനുള്ള അവകാശം പോലും അവർ നിഷേധിച്ചു. ഒരു മനുഷ്യന്റെ അന്ത്യമായതും പ്രകൃതി നിയമവുമാണ്
മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഒന്ന് പിടയുക എന്നുള്ളത്. ഇവിടെ സത്യരാജിന് അതും കിട്ടിയില്ല. കാരണം വിക്രം സിംഗിന്റെ ഒരു അനുചരൻ വായ് പൊത്തിപ്പിടിച്ചതിനൊപ്പം തന്നെ അയാളെ കസേരയിലേക്ക് ആഞ്ഞമർത്തുകയും ചെയ്തിരുന്നു. സത്യരാജിന്റെ ഹൃദയം തുളഞ്ഞ ഭാഗത്തുകൂടി രക്തം താഴേക്ക് ഒലിച്ചിറങ്ങി. സെക്കൻഡുകൾക്കുള്ളിൽ അയാളുടെ ചലനം നിലയ്ക്കുകയും ചെയ്തു. അയാൾ പിടിവിട്ടു. വിക്രം സിംഗ് ക്രൂരമായി ചിരിച്ചു. അറിഞ്ഞുകൊണ്ട് ഞാൻ സ്വയം ശവപ്പെട്ടി വാങ്ങിവെക്കില്ല സത്യരാജ്. നിന്റെ ആഗ്രഹം പോലെ തന്നെ ഒരിക്കലും പോലീസിന് എത്തിപ്പെടാൻ കഴിയാത്ത ഒരിടത്ത് നിന്നെ എത്തിച്ചു കഴിഞ്ഞു ഞാൻ. നിന്റെ പിന്നാലെ പല പമ്പന്മാരും അവിടേക്ക് വരും. അവിടെ വെച്ച് നീ SP ജയശങ്കറോട് എല്ലാം തുറന്നു പറയണം. എങ്ങനെയാണ് ഞാൻ ജയിലിൽ ചാടിയതെന്നും അന്ത്യനേരത്ത് നിനക്ക് ഞാൻ എന്തു സമ്മാനമാണ് തന്നതെന്നും. ഒരു ഉന്മാദിയെപ്പോലെ അത്രയും പറഞ്ഞിട്ട് പീറ്റർ സ്കോട്ടിന്റെ കുപ്പി അപ്പാടെ അയാൾ വായിലേക്ക് കമഴ്ത്തി. അവസാന തുള്ളിയും വായിൽ എത്തിയതിനു ശേഷമാണ് കുപ്പി മാറ്റിയത്. എന്നെയും ഇവനെയും തിരഞ്ഞു നടന്നിരുന്ന പോലീസ് നായ്ക്കൾക്ക് ഒരു വിഷുക്കണി പോലെ നാളെ ഈ ബോഡി എത്തിച്ചേരണം. അനുചരർ ആജ്ഞ ശിരസ വഹിച്ചു. പ്രഭാതം പൊട്ടി വിടർന്നത് ആ വാർത്തയുമായിട്ടാണ്. സത്യരാജിന്റെ ജഡം മ്യൂസിയത്തിന് മുന്നിലെ ഒരു ചവറ് വീപ്പയ്ക്ക് മുകളിൽ. വിവരമറിഞ്ഞതേ SP ജയശങ്കറുടെ ജിപ്സി അവിടെ എത്തി. ആൾക്കാർ തടിച്ചു കൂടിയിരുന്നു. ഫ്ലൈയിങ് സ്ക്വാഡും മ്യൂസിയം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സത്യരാജിന്റെ ഷർട്ടിൽ ഒരു തുണ്ട് പേപ്പർ പിൻ ചെയ്തിരുന്നു. ജയശങ്കർ അതെടുത്ത് വായിച്ചു. ഇത് ജയശങ്കർക്ക് വിക്രം സിംഗിന്റെ ആദ്യ സമ്മാനം. ഒപ്പം കാക്കിയണിഞ്ഞ നായിന്റെ മക്കൾക്കുള്ള മുന്നറിയിപ്പും. വിക്രം സിംഗ് എന്ന പേരിൽ മറ്റൊരു അർത്ഥം മരണമെന്നാണ്. എതിരെ വരരുത്. എനിക്ക് നൽകുവാൻ മരണത്തിൽ കുറഞ്ഞ സമ്മാനങ്ങളൊന്നും ഉണ്ടാവില്ല. ജയശങ്കർ 2-3 ആവർത്തി ആ കടലാസ് വായിച്ചു നോക്കി. 10 മണിയോടെ ഡോഗ് സ്ക്വാഡ് എത്തി. അപ്പോഴേക്കും പോലീസ് FIR തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. പോലീസ് നായ ഡെഡ് ബോഡിക്കരികിൽ തെല്ലുനേരം ഗന്ധം പിടിച്ചു നിന്നു. പിന്നെ മുന്നോട്ട് കുതിച്ചു. തുടലിൽ പിടിച്ചുകൊണ്ട് പോലീസുകാരനും. വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ജയശങ്കർക്ക്. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി കിട്ടാതെ നിൽക്കുകയേ ഉള്ളൂ പട്ടി. എങ്കിലും തന്റെ ജിപ്സിയിൽ അയാൾ അതിന് പിന്നാലെ പോയി. വഴിയരികിൽ നിന്ന് ആൾക്കാർ അത്ഭുതത്തോടെ ഈ കാഴ്ച കാണുകയായിരുന്നു. ഇടയ്ക്ക് സിറ്റി പോലീസ് കമ്മീഷണർ അനന്തന്റെ കാർ എതിരെ വന്നു. ജയശങ്കറും അനന്തനും ബ്രേക്ക് അമർത്തി. എന്താ ജയശങ്കറെ, രാവിലെ പട്ടിയെ വ്യായാമം ചെയ്യിക്കുകയാണോ? അനന്തന്റെ പരിഹാസം നിറഞ്ഞ ശബ്ദം. അതെ, തന്റെ അപ്പന് രാവിലെ കിട്ടിയില്ല, അതുകൊണ്ട് പട്ടിയാകട്ടെ എന്ന് കരുതി. ജയശങ്കർ തിരിച്ചടിച്ചു. എടാ പോടാ. ജയശങ്കർ വാഹനം മുന്നോട്ട് വിട്ടു. വഴുതയ്ക്കാട്. പോലീസ് നായി ഇടത്തേക്ക് തിരിഞ്ഞു. ഹിന്ദി പ്രചാര സഭയും കഴിഞ്ഞ് മുന്നോട്ട്. പൊടുന്നനെ അടച്ചിട്ടിരുന്ന ഒരു ഗേറ്റിന് നേരെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി പോലീസ് നായി. കോൺസ്റ്റബിൾ തിരിഞ്ഞ് ജിപ്സിയിലിരിക്കുന്ന SP നോക്കി. ഗേറ്റ് തുറക്കുവാൻ ജയശങ്കർ ആംഗ്യം കാണിച്ചു. തുറന്ന ഗേറ്റിലൂടെ നായി കോൺസ്റ്റബിളിനെയും ഭരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അടഞ്ഞ വാതിൽ ഇപ്പോൾ മാന്തിപ്പൊളിക്കും ആ പട്ടിയെന്ന് തോന്നി. അതിന്റെ കുര ഇടിമുഴക്കങ്ങളായി അവിടെ പ്രതിധ്വനിച്ചു. ഇതുവരെ ഒന്നും കാര്യമാക്കാതെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്ന ജയശങ്കർ പിടഞ്ഞുണർന്നു. അയാൾ കുതിച്ചിറങ്ങി. വീടിന് ചുറ്റും കനത്ത മതിലും അതിനു മുകളിൽ മുള്ളുവേലിയുമുണ്ട്. ആർക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ മുൻഭാഗത്തുകൂടി മാത്രമേ കഴിയൂ. അതുകൊണ്ട് വീടിന്റെ മുൻഭാഗം മുഴുവൻ കണ്ണിലേക്ക് ആവാഹിച്ച് ജയശങ്കർ നിന്നു. പെട്ടെന്ന് ഞെട്ടലോടെ അയാൾ മറ്റൊന്നറിഞ്ഞു. ഈ വീട് സിറ്റി പോലീസ് കമ്മീഷണർ അനന്തന്റെ ഭാര്യ വീടാണ്. പിന്നിൽ ഒരു വാഹനം വന്ന് ബ്രേക്കിടുന്ന ശബ്ദം. ജയശങ്കർ തിരിഞ്ഞു നോക്കി. അനന്തനാണ്. അയാളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു. തൊട്ടു പിന്നിൽ മറ്റൊരു വാഹനവും വന്നു നിന്നു. CA സിദ്ദിഖും പോലീസുകാരുമായിരുന്നു അതിൽ. ജയശങ്കർ, തനിക്കെന്താണ് ഇവിടെ കാര്യം? അനന്തൻ മുന്നോട്ട് വന്നു. കാര്യം എന്താണെന്ന് തീരുമാനിക്കാറായിട്ടില്ല. ഉടൻ തീരുമാനമുണ്ടായേക്കും. അപ്പോഴും ജയശങ്കർ താൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചില്ല. കോൺസ്റ്റബിൾ കോളിംഗ് ബെൽ അമർത്തി. ചില നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. ഒരു മധ്യവയസ്കൻ, ലുങ്കിയും ഷർട്ടും വേഷം. തലയുടെ പകുതി ഭാഗത്തോളം കഷണ്ടി ബാധിച്ചിട്ടുണ്ട്. അനന്തന്റെ അമ്മായിയപ്പൻ നായെ കണ്ടതും അയാൾ ഞെട്ടി പിന്നോക്കം മാറി. എന്തു വേണം നിങ്ങൾക്ക്? കോൺസ്റ്റബിൾ മിണ്ടിയില്ല. നോ, ആ വീടിനുള്ളിൽ പട്ടിയെ കയറ്റരുത്. അനന്തൻ തടയാനായി മുന്നോട്ട് വന്നു. പൊടുന്നനെ ജയശങ്കർ റിവോൾവർ വലിച്ചെടുത്തു. എന്റെ ജോലി തടസ്സപ്പെടുത്തുന്നത് സ്വന്തം അച്ഛനായാൽ പോലും സഹിക്കില്ല ഞാൻ. അതുകൊണ്ട് അനന്ത വേണ്ട. നിന്റെ കാല് വെടിവെച്ചൊടിക്കും ഞാൻ. അനന്തന്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. ജയശങ്കർ, നീ കളിക്കുന്നത് തീയോടാണ്. തീയോ? നീയോ? ജയശങ്കർ ചിരിച്ചു. ആത്മപ്രശംസ നല്ലതാണ്, പക്ഷേ അത് ആണുങ്ങളാരും ചെയ്യാത്ത കാര്യവുമാണ്. അനന്തൻ വിളറി. അപ്പോഴേക്കും CA സിദ്ദിഖും പോലീസുകാരും അവിടെ എത്തി അറ്റൻഷനായി. സിദ്ദിഖ്, താൻ അകത്തേക്ക് ചെല്ല്.
2 കോൺസ്റ്റബിൾസ് വീടിന്റെ പിന്നിലേക്കും പോ സാർ. അവർ ധൃതിയിൽ പ്രവർത്തിച്ചു. അനന്തൻ പതറി നിന്നു. വീടിനുള്ളിൽ പോലീസ് നായയെ കണ്ടപ്പോൾ സ്ത്രീകൾ നിലവിളിക്കുന്നത് കേട്ടു. ഫുട്പാത്തിലൂടെ പോയവർ അവിടെ നിന്ന് മതിലിനുള്ളിലേക്ക് ഗേറ്റ് വഴി എത്തി നോക്കാൻ തുടങ്ങി. അനന്തന്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടുന്നത് ജയശങ്കർ ശ്രദ്ധിച്ചു. വീടിനുള്ളിലേക്ക് ചെന്ന CI സിദ്ദിഖ് കണ്ടത് എവിടേക്കോ ഫോൺ ചെയ്യാൻ തുടങ്ങുന്ന അനന്തന്റെ ഭാര്യാപിതാവിനെയാണ്. നോ, അയാൾ വിലക്കി. ഞങ്ങൾ പറയാതെ നിങ്ങൾ അവിടെ നിന്നും അനങ്ങുക പോലും ചെയ്യരുത്. സിദ്ദിഖ് റിസീവർ എടുത്ത് താഴെ വെച്ചു. അയാളുടെ മുഖം വിവർണമായി. നിങ്ങൾ എന്ത് അതിക്രമമാണ് ഈ കാണിക്കുന്നത്? ഷട്ടപ്പ്. സിദ്ദിഖ് മുരണ്ടു. അയാൾ പിന്നെ മിണ്ടിയില്ല. തന്റെ ജാമാതാവ് നിസ്സഹായനായി പുറത്തു നിൽക്കുന്നത് ജനാലയിലൂടെ മാധവന് കാണാമായിരുന്നു. പോലീസ് നായ ഓരോ മുറിയിലും കയറിയിറങ്ങി. പക്ഷെ അവിടെയെങ്ങും ആരെയും കണ്ടില്ല. വീടിനുള്ളിൽ ഏതോ ഒരു പെർഫ്യൂമിന്റെ ഗന്ധം തങ്ങി നിൽപ്പുണ്ടായിരുന്നു. നായി അവസാന സ്റ്റോർ റൂമിൽ കടന്നു. അവിടെ നിന്നൊരു പ്ലാസ്റ്റിക് ബാഗ് കടിച്ചെടുത്ത് കൊണ്ടുവന്നു. കോൺസ്റ്റബിൾ അത് CIയെ ഏൽപ്പിച്ചു. സിദ്ദിഖ് ഉടനെ SP ജയശങ്കറെ വിളിച്ചു. അയാൾക്കൊപ്പം അനന്തനും അകത്തേക്ക് വന്നു. ജയശങ്കറുടെ നിർദ്ദേശാനുസരണം സിദ്ദിഖ് ആ കവർ തറയിലേക്ക് കമഴ്ത്തി. ഒരു ജീൻസും ഷർട്ടും താഴെ വീണു. നായി അതിലേക്ക് നോക്കി കുരയ്ക്കുകയാണ്. ടൈഗർ സ്റ്റോപ്പ്. ട്രെയിനിയായ കോൺസ്റ്റബിൾ പറഞ്ഞയുടനെ നായ കുര നിർത്തി. വഴുതക്കാട് തന്നെയുള്ള ഒരു സ്വകാര്യ TV ചാനലുകാർ അപ്പോഴേക്കും അവിടെ പാഞ്ഞെത്തി. രംഗങ്ങൾ പകർത്തി തുടങ്ങിയിരുന്നു. ആരുടേതാണീ വസ്ത്രങ്ങൾ? SP ജയശങ്കർ മാധവനെ നോക്കി. അയാൾ അനന്തന്റെ മുഖത്തേക്കും. ടെൽമി. ഞങ്ങൾക്കറിയില്ല സാർ. 2 ദിവസങ്ങളായി ഞങ്ങൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഇങ്ങെത്തിയത്. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. ഈ വസ്ത്രങ്ങൾ നിങ്ങളുടേതോ ഇവിടെയുള്ള മറ്റാരുടേതെങ്കിലോ ആണോ? അല്ല. എങ്കിൽ മിസ്റ്റർ മാധവൻ, യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? നടുക്കത്തിനിടയിലും മാധവൻ ചോദിച്ചു. കൊലപാതകം. ജയിൽ ഗാർഡ് സത്യരാജിനെ നിങ്ങൾ കൊന്നു. അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടോ അങ്ങനെ ചെയ്യിച്ചു. രണ്ടായാലും നിങ്ങൾക്കിനി രക്ഷയില്ല. പോലീസിനോട് സത്യം ഏറ്റു പറയുന്നതാണ് ബുദ്ധി. ജയശങ്കർ പറയുന്നതിനിടെ തന്നെ CI സിദ്ദിഖ് ഹാൻഡ് കഫ് വലിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. ബാക്കി ഭാഗം നാളെ.